ആലപ്പുഴ പുറക്കാട് വീണ്ടും കടൽ ഉൾവലിഞ്ഞ് തീരത്ത് ചെളി രൂപപ്പെട്ടു. രണ്ടാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് പുറക്കാട് തീരത്ത് ഈ പ്രതിഭാസമുണ്ടാകുന്നത്. ഞായറാഴ്ച രാവിലെയാണ് ഏകദേശം 25 മീറ്ററോളം കടൽ ഉൾവലിഞ്ഞ് തീരത്ത് ചെളി നിറഞ്ഞത്. രണ്ടാഴ്ച മുമ്പും പുറക്കാട് തീരത്ത് ഈ പ്രതിഭാസമുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെക്കാളും കൂടിയ രീതിയിലാണ് ഞായറാഴ്ച ചെളി നിറഞ്ഞത്. ചാകര പ്രദേശമായ ഇവിടെ ചെളിയോടുകൂടിയ തിരമാലയാണ് തീരത്തേക്ക് എത്തുന്നത്. എല്ലാ വർഷവും ഒന്നോ രണ്ടോ തവണ ഈ രീതിയിൽ പ്രതിഭാസമുണ്ടാകാറുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇതുപോലൊരു പ്രതിഭാസം ഇവിടെ അനുഭവപ്പെട്ടു. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചോളം തീരദേശവാസികൾ തമ്മിലോളം ആശങ്ക ഉണർത്തുന്നതാണ് ഇതുപോലൊരു പ്രതിഭാസ മാറ്റം. മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് സാധാരണ നമുക്ക് ചാകരയ്ക്ക് മുമ്പ് ഉണ്ടാകുന്നൊരു പ്രതിഭാസ മാറ്റമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നതെങ്കിൽ പോലും തുടർച്ചയായി ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രതിഭാസ മാറ്റത്തെ ആശങ്കയോടെ കാണേണ്ടിയിരിക്കുന്നു. കാരണം രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇതുപോലെ കടൽ ഉൾവലിഞ്ഞുകൊണ്ട് ചേറും ചെള്ളയുമായി കിടന്ന ഒരു തീരപ്രദേശമാണിത്. അതേ ഒരു പ്രതിഭാസം ഇന്നിപ്പോൾ ഇവിടെ വീണ്ടും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഒരു പ്രതിഭാസത്തെ മാറ്റത്തെക്കുറിച്ച് നല്ലൊരു പഠനം അത്യാവശ്യമായി നടത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു പാഠം നമുക്ക് അനുഭവത്തിലൂടെ കാണിച്ചു തരുന്നത്. രണ്ടാഴ്ച മുമ്പ് ഉൾവലിഞ്ഞ കടൽ മണിക്കൂറുകൾക്ക് ശേഷം സാധാരണ നിലയിലെത്തിയിരുന്നു. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 11 കിലോ കഞ്ചാവുമായി 4 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചങ്ങനാശ്ശേരി മനക്കിച്ചിറ ഭാഗത്ത് വെച്ച് ശനിയാഴ്ച വൈകിട്ടാണ് കഞ്ചാവുമായി യുവാക്കൾ പിടിയിലായത്. ഐമനം സ്വദേശി 19 വയസ്സുള്ള അർജുൻ സന്തോഷ്, ആലപ്പുഴ ആറാട്ടുകുളം ഭാഗത്ത് സിദ്ദീഖ് മൻസിൽ വീട്ടിൽ 24 വയസ്സുള്ള മുഹമ്മദ് സിദ്ദീഖ്, ആലപ്പുഴ ആറാട്ടുകുളം സ്വദേശി 18 വയസ്സുള്ള മുഹമ്മദ് തൗഫീഖ്, ആലപ്പുഴ പേരാത്തുമുക്ക് സ്വദേശി 19 വയസ്സുള്ള BS സൗരഭ് എന്നിവരെയാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. വിൽപ്പന നടത്തുന്നതിനായി അന്യസംസ്ഥാനത്തു നിന്നും ജില്ലയിൽ കഞ്ചാവ് എത്തിയിട്ടുണ്ടെന്ന് പോലീസ് മേധാവി K കാർത്തിക്കിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചങ്ങനാശ്ശേരി പോലീസും ചേർന്ന് ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടി നടത്തിയ പരിശോധനയിലാണ് ചങ്ങനാശ്ശേരി മനക്കച്ചിറ ഭാഗത്ത് വച്ച് 11.25 കിലോ കഞ്ചാവുമായി യുവാക്കൾ പോലീസിന്റെ പിടിയിലാകുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറിനുള്ളിൽ ബാഗുകളിലും പ്ലാസ്റ്റിക് ചാക്ക്, പ്ലാസ്റ്റിക് കവർ എന്നിവയിലുമായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ചങ്ങനാശ്ശേരി സ്റ്റേഷൻ SI ജയകൃഷ്ണൻ, SI ഗോപകുമാർ, ASIമാരായ സഞ്ജീവ് ദാസ്, സതീഷ്, CPOമാരായ അനിൽകുമാർ, മോബിഷ് എന്നിവരും ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളുമാണ് ജില്ലാ പോലീസ് മേധാവിയുടെ സംഘത്തിലുണ്ടായിരുന്നത്. യുവാക്കൾക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നവരെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു. ആത്മീയ ആരോഗ്യ സാംസ്കാരിക മേഖലകളിലെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആത്മീയ സർവോദയ സംഘത്തിന്റെ 24ാം വാർഷിക സമ്മേളനം കഴിഞ്ഞ ദിവസം നടത്തി. H. സലാം MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏതൊരു പ്രവർത്തനത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു നമ്മുടെ ഒരു സാമൂഹിക പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനമായി കണക്കാക്കേണ്ടതുള്ളൂ ഏറ്റവും ദുർബലമായി ജീവിക്കുന്ന മനുഷ്യന്റെ ഒപ്പം കൂടുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടും ഏറ്റവും ദുർബലപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ ലോകം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അങ്ങനെ പ്രയാസപ്പെടുന്നവർക്ക് നമ്മുടെ ഒരു വാക്കുകൊണ്ടോ ഒരു വാചകം കൊണ്ടോ ഒന്ന് കരം പിടിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടോ അവർക്ക് ലഭിക്കുന്നൊരു വലിയ ആശ്വാസം, അത് അത്രത്തോളം ആഴമുള്ളതാണെന്ന് കണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ മ്യൂസിക് തെറാപ്പിയെ കുറിച്ച് കൂടി ഇവിടെ പ്രിയപ്പെട്ട പ്രസാദിന്റെ മകൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ആ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് ഓർമ്മ വരുന്ന കാര്യം 2010 തോന്നുമ്പോൾ സഹകരണ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. സത്യസായി സേവാസമിതി ചെയർമാൻ S. ചന്ദ്രകുമാർ ദീപം തെളിയിച്ചു. അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാല ഹാളിൽ ചേർന്ന യോഗത്തിൽ സംഗീത സംവിധായകനും മ്യൂസിക് തെറാപ്പിസ്റ്റുമായ ദീപാങ്കുരൻ, ചലച്ചിത്ര സംവിധായകൻ സന്തോഷ് മാട, ഡോക്ടർ വീണ G. ദേവ് എന്നിവർ സംഗീത ചികിത്സ, സംവിധാന കലയുടെ മഹത്വം, ജീവകാരുണ്യ പ്രവർത്തനാനുഭവങ്ങൾ എന്നിവ പങ്കുവച്ചു. ആത്മാസ് ഫൗണ്ടേഷൻ ചെയർമാൻ ആചാര്യ ഡോക്ടർ രതീഷ് ബാബുജി അധ്യക്ഷനായി. സെക്രട്ടറി M. കരുണാകരക്കുറുപ്പ്, G. വേണുലാൽ, R. ജയരാജ്, സുഷമ രാജീവ്, A. രമണൻ, വിമൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രത്യാശയുടെ നിറവിൽ ഈസ്റ്റർ ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശുദേവൻ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷകളും നടന്നു.
പീഡാസഹനത്തിനും കുരിശുമരണത്തിനും ശേഷം മൂന്നാം നാൾ യേശുക്രിസ്തു ഉയിർത്തെഴുന്നേറ്റതിൻ്റെ സ്മരണ പുതുക്കിയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. തിന്മയുടെയും അസത്യത്തിൻ്റെയും ജയം താൽക്കാലികം മാത്രമാണെന്ന പാഠം പകർന്നു തരുന്നതിനൊപ്പം കഷ്ടങ്ങൾ സഹിച്ചും സത്യത്തിനു വേണ്ടി നിലകൊള്ളണമെന്ന സന്ദേശവും ഈസ്റ്റർ നൽകുന്നു. 50 നോമ്പ് ആചരണത്തിന് സമാപനവും കുറിച്ചാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചത്. യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പ് സ്മരണ പുതുക്കി ദൈവാലയങ്ങളിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ വിശ്വാസി സമൂഹം ഒന്നാകെ പങ്കാളികളായി. ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അവരുടെ മുൻഭാഗത്ത് വലതുവശത്തായി എന്ന് പറഞ്ഞാൽ കല്ലറയുടെ ഇടതുവശത്തായിട്ട് വിവാഹസ്ഥാനം വെച്ചു. അങ്ങനെയാണ് അവരെ അഭിസംബോധിച്ച് സ്ത്രീകളാണ് കല്ലറയുടെ വീട്ടിൽ പ്രവേശിക്കുവാൻ ധൈര്യം കാണിച്ചിട്ടാണ് അവരെ അഭിസംബോധന ചെയ്യുന്ന വല്ലഭസ്ത്രധാരിയായിട്ടുള്ള ആ കല്ലറയിലെ ദീപപ്രകാശം മിന്നിത്തിളങ്ങുന്ന ഈ യുവാവിന്റെ വസ്ത്രം അവർ ഭയപ്പെട്ടു, അവർ വിസ്മരിച്ചു. കേട്ട വാർത്ത പറയുവാനായിട്ട് അവരോടി അവിടെ ചെന്നപ്പെട്ടു. അവരൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ആലപ്പുഴയിലെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ദൈവാലയങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തത്. പ്രമുഖ പുരോഹിതർ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഉയിർപ്പിന്റെ സ്മരണ പുതുക്കി പ്രത്യേക അനുസ്മരണവും ചടങ്ങുകളും നടന്നു. ചമ്പക്കുളം ഗാഗുൽത്ത ആശ്രമ ദൈവാലയത്തിൽ പുലർച്ചെ 2:45 ഉയിർപ്പ് തിരുനാൾ കർമ്മങ്ങൾ ആരംഭിച്ചു. തുടർന്ന് പ്രദക്ഷിണം, വിശുദ്ധ കുർബാന എന്നിവ നടന്നു. തിരുക്കർമ്മങ്ങൾക്ക് ആശ്രമ പ്രയോർ ഫാദർ ചാക്കോ ആക്കാത്ര CMI മുഖ്യ കാർമ്മികനായി. പ്രദക്ഷിണത്തിന് ഫാദർ ജേക്കബ് മീനപ്പള്ളി കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈസ്റ്റർ മുട്ടകളുടെ വിതരണവും നടന്നു. സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും സ്മരണയുണർത്തുന്ന ഉയിർപ്പിന്റെ ദിനത്തിൽ ആടുജീവിതത്തിന്റെ സംവിധായകൻ ബ്ലെസ്സിയെ ആദരിച്ച് തപസ്യ തിരുവല്ല നഗർ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബ്ലെസ്സിയുടെ വീട്ടിലെത്തിയാണ് അദ്ദേഹത്തെ ആദരിച്ചത്. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ബ്ലെസ്സിയെ പൊന്നാട അണിയിച്ചു. ആടുജീവിതം സിനിമ ഇറങ്ങിയതിനു ശേഷം ആദ്യമായി കിട്ടിയ ആദരവാണ് തപസ്യയുടേതെന്ന് ബ്ലെസ്സി പറഞ്ഞു. ജാതി, മത, വർഗ, വർണ്ണ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് തപസ്യ. കലാകാരന്മാരെയും കലാസൃഷ്ടികളെയും എന്നും ആദരിക്കുന്ന സംഘടന. തപസ്യയുടെ സഹയാത്രികനാണ് താനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രത്യേകിച്ച് രാജേട്ടൻ്റെ ഒരു സാന്നിധ്യം കൂടെ, കാരണം ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന, മാറി നിന്ന് കാണുന്ന ഒരു വ്യക്തിത്വമാണ്. അപൂർവം ചില സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും മാത്രം ഉൾപ്പെടുന്ന ഒരു ഇതിലേക്ക് ഞാൻ രാജേട്ടനെ ക്ഷണിക്കുകയും നമ്മുടെ ഒക്കെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന സ്വസ്ഥന്തിനും എന്നിവയായിട്ട് കുറെ അധികം നേരം സംസാരിക്കുന്നതിനും ഒക്കെ അവരുടെ തമ്മിലുള്ള ആശയങ്ങളൊക്കെ ഒരു ചരിത്രത്തിലുണ്ടാകുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്. അതിനൊരു ഒരു ഒരു നിർവാഹകനാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. ഈ തപസ്യയെ സംബന്ധിച്ചിടത്തോളം തപസ്യയുടെ ഒരു കൂടെ നടക്കുന്ന പലപ്പോഴും അതുമായി ചേർന്ന് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും മറ്റ് സാമൂഹിക കാഴ്ചപ്പാടുകളോ രാഷ്ട്രീയമോ ഇല്ല എന്നുള്ളത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കലാകാരൻ്റെ രാഷ്ട്രീയവും മതവും ഒക്കെ നന്മയും സ്നേഹവും ഒക്കെ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ്. കാരണം എല്ലാവരുടെയും മനസ്സുകളിലൂടെ സഞ്ചരിക്കേണ്ടതാണ്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും നിറങ്ങളുടെ വർണ്ണങ്ങളുടെ വ്യത്യാസമില്ല. ഏറെ ത്യാഗം സഹിച്ചെടുത്ത സിനിമയ്ക്ക് പ്രത്യാശയുടെ ദിനമായ ഈസ്റ്റർ നാളിൽ കിട്ടിയ ആദരവ് വിലമതിക്കാനാവാത്തതാണ്. ലോകമെമ്പാടും 2000-ഓളം സ്ക്രീനുകളിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട്. ആദ്യമായാണ് ഒരു മലയാള സിനിമയ്ക്ക് ഇങ്ങനെയൊരു അംഗീകാരം കിട്ടുന്നതെന്നും ബ്ലെസ്സി പറഞ്ഞു. സിനിമയിലൂടെ ബ്ലെസ്സി കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് കുമ്മനം രാജശേഖരൻ ആശംസിച്ചു.
അനിതരസാധാരണമായ ഒരു കഴിവിന് ആവശ്യമാണ്. ബസീം ഞാൻ കണ്ടു. ചലച്ചിത്ര ലോകത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നാലും അദ്ദേഹം വളരെ ലാളിത്യമുള്ള ഒരു സിംപ്ലിസിറ്റി, ഇന്റഗ്രിറ്റി ഇതൊക്കെയാണല്ലോ ഒരു വ്യക്തിത്വത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഭാവം. അതെല്ലാം നിറഞ്ഞ കവിഞ്ഞു തോന്നിയിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരിക്കൽ കണ്ട് സംസാരിച്ചാൽ പിന്നെ ഒരിക്കലും മനസ്സിൽ നിന്ന് പോകാത്ത വിധത്തിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആകർഷകമായ ഒരു വ്യക്തിത്വമുണ്ട് അദ്ദേഹത്തിന്. ഈ സിനിമാ ലോകത്ത് മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്തെല്ലാം അദ്ദേഹം അത് വിളങ്ങട്ടെ. ഇനിയും അദ്ദേഹത്തിന് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് കയറാൻ ലോകം മുഴുവൻ ആരാധിക്കുന്ന വിധത്തിൽ ആദരിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു വ്യക്തിത്വമായി വളർന്ന് വികസിക്കാൻ സാധിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. സംസ്കാർ ഭാരതി ക്ഷത്രിയ കാര്യദർശി തിരൂർ രവീന്ദ്രൻ, തപസ്യ ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വസുദേവം, രംഗനാഥ് കൃഷ്ണ, നിരണം രാജൻ, ശ്രീദേവി മഹേശ്വർ, കളരിക്കൽ ശ്രീകുമാർ, ഹരിഗോവിന്ദ്, കെ ബി മുരുകേഷ്, ചന്ദ്രമോഹൻ, പ്രകാശ് കോവിലകം, സന്തോഷ് ചാത്തങ്കേരി, കെ പി രഘുകുമാർ, അജിത് കുമാർ പിഷാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റർ ദിനം കേരളത്തിൽ പ്രവൃത്തി ദിവസമാക്കിയതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ആശങ്കയോടെയാണ് ഇതിനെ വീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മണിപ്പൂരിൽ ഈസ്റ്റർ ദിനം പ്രവൃത്തി ദിവസമാക്കി ഗവർണർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും കടുത്ത പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് പിൻവലിച്ചിരുന്നു. അതേസമയം കേരളത്തിലും ഇതാദ്യമായി ഈസ്റ്റർ ദിനം പ്രവൃത്തി ദിവസമാക്കിയെന്നും ഇത് ന്യൂനപക്ഷങ്ങൾ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നതെന്നും അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പറഞ്ഞു. തലവടിയിൽ KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് വളരെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. അത് മണിപ്പൂരിലെ വിഷയമുണ്ടായപ്പോൾ കക്ഷിരാഷ്ട്രീയമില്ലാതെ എല്ലാവരും പ്രതികരിച്ചപ്പോൾ തീർച്ചയായും കേന്ദ്ര സർക്കാർ ആ പ്രതിഷേധം കണക്കിലെടുക്കുകയും ആ ഉത്തരവ് പുനഃപരിശോധിക്കുവാൻ കേന്ദ്ര സർക്കാർ ഇടപെടുകയും ചെയ്തു എന്നാണ് ഞങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഗവർണറുടെ ഉത്തരവ് പുനഃപരിശോധിച്ച ഉത്തരവുണ്ടായി. എന്നാൽ കേരള സംസ്ഥാനത്ത് ഇതംപ്രഥമം ആദ്യമായിട്ടാണ് ഈസ്റ്ററിന്റെ ദിവസം പ്രവൃത്തി ദിവസമാക്കിയത്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചോളം വളരെ ആശങ്കയോടുകൂടി മാത്രമേ ഞങ്ങൾക്കതിനെ നോക്കിക്കാണുവാൻ സാധിക്കൂ. SUCI കമ്മ്യൂണിസ്റ്റ് പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടി മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ ഡോക്ടർ വി വേണുഗോപാൽ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. രോഗബാധയെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ ശനിയാഴ്ച രാത്രിയായിരുന്നു അന്ത്യം. MBBS ബിരുദധാരിയായിരുന്ന വേണുഗോപാൽ വിദ്യാർത്ഥി നേതാവെന്ന നിലയിലും ജനകീയ പ്രതിരോധ സമിതിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. സംസ്കാര ചടങ്ങുകൾ ഏപ്രിൽ 1 രാവിലെ 11 മണിക്ക് SUCI അമ്പലപ്പുഴ സെന്ററിൽ വെച്ച് നടക്കും. ഡോക്ടർ വി വേണുഗോപാലിന്റെ വേർപാട് കേരളത്തിലെ ജനകീയ സമര പ്രസ്ഥാനങ്ങൾക്ക് തീരാ നഷ്ടമാണെന്ന് SUCI കമ്മ്യൂണിസ്റ്റ് സംസ്ഥാന സെക്രട്ടറി ജെയ്സൺ ജോസഫ്. ജനകീയ സമര സംഘാടനത്തിന്റെ ആശയം കേരള മണ്ണിൽ അവതരിപ്പിച്ചത് വേണുഗോപാൽ ആയിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ വേർപാട് കേരളത്തിലെ ജനകീയ സമര പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ തീരാ നഷ്ടമാണ്. ജനകീയ സമര സംഘാടനത്തിന്റെ രംഗത്തെ ആശയവും അതിൻ്റെ പ്രയോഗവും സമർത്ഥമായി കോർത്തിണക്കിയ ഒരു ജനകീയ സമര സംഘാടകനായിരുന്നു സഖാവ് വേണുഗോപാൽ. കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ഭരണ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ജനങ്ങളെ കൈവെടിഞ്ഞൊരു സന്ദർഭത്തിൽ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളെ അവരുടെ സ്വന്തം സമരപ്രസ്ഥാനങ്ങളിൽ അണിനിരത്തിക്കൊണ്ട് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായ സങ്കുചിതമായ കക്ഷിരാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായ ബഹുജന പ്രക്ഷോഭത്തിന്റെ കാഴ്ചപ്പാട് അവതരിപ്പിച്ച ഒന്നായിരുന്നു കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി. ആ പ്രസ്ഥാനത്തിന്റെ മസ്തിഷ്കം, അത്തരൊരു ജനകീയ സമര സംഘാടനത്തിന്റെ ആശയം ഈ കേരളത്തിന്റെ മണ്ണിൽ അവതരിപ്പിച്ചത് ഡോക്ടർ വി വേണുഗോപാലായിരുന്നു. കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ഉയർത്തിക്കൊണ്ടുവന്ന പ്രക്ഷോഭങ്ങൾക്ക് ആശയവും ആവേശവും പകർന്നു നൽകിയ നേതാവായിരുന്നു ഡോക്ടർ വി വേണുഗോപാൽ എന്ന് ജെയ്സൺ ജോസഫ് പറഞ്ഞു. കരിമണൽ ഖനന വിരുദ്ധ സമരത്തിൽ 100 കണക്കിന് പ്രവർത്തകരെ അണിചേർത്ത് നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിനായി. അതുകൊണ്ട് തന്നെ SUCI പാർട്ടിക്ക് മാത്രമല്ല നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കാകെ ഡോക്ടർ വി വേണുഗോപാലിന്റെ വേർപാട് തീരാനഷ്ടമാണെന്നും ജെയ്സൺ ജോസഫ് പറഞ്ഞു.
40ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിന് ഞായറാഴ്ച തുടക്കമായി. ഏപ്രിൽ 11 വരെയുള്ള 12 ദിവസങ്ങളിലായി തിരുവല്ല കാവുംഭാഗം ആനന്ദേശ്വരം ശിവക്ഷേത്ര സന്നിധിയിലാണ് ഭാഗവത മഹാസത്രം നടക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെ 5-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. വിഷ്ണു സഹസ്രനാമ ജപത്തിനു ശേഷം ഉച്ചകഴിഞ്ഞ് 3 വരെ ശ്രീമദ് ഭാഗവത മഹാത്മ്യ പാരായണം നടന്നു. തുടർന്ന് രഥഘോഷയാത്രയ്ക്ക് സ്വീകരണമൊരുക്കി. കാവുംഭാഗം ജംഗ്ഷനിൽ നിന്നായിരുന്നു സത്രവേദിയിലേക്ക് ശ്രീകൃഷ്ണ വിഗ്രഹ രഥഘോഷയാത്ര നടന്നത്. വൈകിട്ട് 4-ന് വേദിയിൽ വിഗ്രഹ പ്രതിഷ്ഠയും തുടർന്ന് സത്രവേദിയിൽ കൊടിയേറ്റും നടന്നു. അഞ്ചിന് സത്ര സമാരംഭ സഭ ആരംഭിച്ചു. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ഭഗവാന്റെ മുന്നിൽ അവിടെ ചെറിയ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഭക്തി എപ്പോഴും ആ സ്ഥായിയായ സത്യം അനുഭവവേദ്യമാക്കുന്ന മുഹൂർത്തമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഏക ചരടാണ് ഭക്തി. ആ ചരടിലാണ് നമ്മെ എല്ലാം കൊടുക്കുന്നത്. പല നിറങ്ങളുള്ള പൂക്കളാണ്, പല രൂപമുണ്ട്, ഭാവമുണ്ട്, മണമുണ്ട്, അതിൽ പല ആകൃതിയുണ്ട്. പക്ഷേ നമ്മെ എല്ലാം കൊടുത്തിണക്കുന്ന ആ ചരട് നമുക്ക് കാണാൻ കഴിയില്ല. ആ ചരട് പൊട്ടിപ്പോകാൻ പാടില്ല. ആ പട്ടുനൂൽ ചരടിലാണ് നമ്മെ എല്ലാം കൊടുക്കുന്നത്. ഗുരുവായൂർ ശ്രീമദ് ഭാഗവത സത്ര സമിതിയുടെയും തിരുവല്ല ഭാഗവത സത്ര നിർവഹണ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് 12 ദിവസങ്ങളിലായി ഭാഗവത മഹാസത്രം നടക്കുന്നത്. 100-ൽ പരം ആചാര്യന്മാരും സന്യാസി ശ്രേഷ്ഠരും ഭാഗവത പണ്ഡിതന്മാരും വേദിയിൽ പ്രഭാഷണം നടത്തും. എല്ലാ ദിവസവും രാവിലെ തന്ത്രി മുഖ്യന്മാരുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വിഷ്ണു സഹസ്രനാമ ജപവും നടക്കും. പ്രഭാഷണങ്ങൾ കൂടാതെ ഭജന, സംഗീത സദസ്സുകൾ, ക്ഷേത്രകലകളുടെ ആവിഷ്കാരം എന്നിവയും ഉണ്ടാകും. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. മാരാരിക്കുളം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് നമ്പർ 51 റേഡിയോ സ്റ്റേഷൻ ഗേറ്റ് ഏപ്രിൽ 1 രാവിലെ 8 മുതൽ ഏപ്രിൽ 4 വൈകുന്നേരം 6 വരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. വാഹനങ്ങൾ ലെവൽ ക്രോസ് നമ്പർ 52 ഉദയ ഗേറ്റ് വഴി പോകേണ്ടതാണ്. ആലപ്പുഴ ജില്ലാ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ ഏപ്രിൽ 2, 3, 22 തീയതികളിൽ നടത്താനിരുന്ന സിറ്റിംഗ് യഥാക്രമം ജൂൺ 5, 18, 19 തീയതികളിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിന് മുൻവശത്ത് ഭൂഗർഭപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഏപ്രിൽ 2 മുതൽ ആർപ്പൂക്കര അമ്മഞ്ചേരി റോഡിൽ മെഡിക്കൽ കോളേജിന് മുൻഭാഗത്തു കൂടിയുള്ള വാഹന ഗതാഗതം പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. ഇതുവഴി പോകേണ്ട പൊതുയാത്രാ വാഹനങ്ങൾ, ആംബുലൻസ് എന്നിവ ആർപ്പൂക്കര ബസ് സ്റ്റാൻഡിനുള്ളിൽ കൂടിയും മറ്റു ചെറുവാഹനങ്ങൾ കുടമാളൂർ മാന്നാനം റോഡ് വഴിയും പോകേണ്ടതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6265 രൂപ, പവന് 50,120 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.